ഹായ് മക്കൾസ്, വെൽക്കം ബാക്ക് ടു എജ്യൂപോർട്ടിൽ. എല്ലാവർക്കും എജ്യൂപോർട്ടിൻ്റെ 8ാം ക്ലാസ് ബയോളജി ക്ലാസ്സോട്ട് വീണ്ടും സ്വാഗതം. മുഞ്ചിത് സാറാണ്, മാസാറാണ്. സോ മാസിൻ്റെ മനയിലേക്ക് സ്വാഗതം. മക്കളെ, 8ാം ക്ലാസ്സിൻ്റെ ബയോളജിയിലെ 1ാമത്തെ ചാപ്റ്റർ ലെറ്റ്സ് കൾട്ടിവേറ്റ് ആൻഡ് റീപ്പ് ദ ഗുഡ്നസ്, നട്ട് നനക്കാം നന്മകൾ കൊയ്യാന്ന് പറയുന്ന പാഠത്തിലെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്. ഓക്കെ ആണോ മക്കളെ? സോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങളുടെ ഓണം എക്സാമിന് വരാൻ പോകുന്ന സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആകുന്നു. സോ മക്കൾസ്, നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ക്വസ്റ്റ്യൻസും പറയാം, സോൾവ് ചെയ്യാം, പഠിക്കാം, സെറ്റാക്കാം. ഇപ്പം തന്നെ ലൈക്ക് ചെയ്ത് വെക്കുക, ആൻഡ് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ മക്കൾ എന്ത് ചെയ്യടാ, ഒരു റെഡ് ഹാർട്ട് ഇപ്പം തന്നെ കമൻറ്റ് ബോക്സ് ഒന്ന് കമൻറ്റ് ചെയ്ത് വെക്കുക. ആൻഡ് നിങ്ങൾക്ക് ഏത് ടൈപ്പ് വീഡിയോസാണ് ഇനി ഫ്യൂച്ചറിലോട്ട് വേണ്ടത്, അഥവാ ഓണം എക്സാമൊക്കെ ഇല്ലാതെ വരുന്ന സാറേ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞു തരുമോ, അല്ലെങ്കിൽ ഷോർട്ട് നോട്ടുകൾ, അല്ലെങ്കിൽ നമ്മുടെ ഷോർട്ട് വീഡിയോ ചെയ്യോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ടൈപ്പ് വീഡിയോ ആണ് മക്കളെ വേണ്ടത്, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. സോ നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യനിലോട്ട് പോകാം. സൂചന നോക്കിയിട്ട് ക്ലൂ നോക്കിയിട്ട് നമുക്ക് ആൻസറിലോട്ട് എത്താൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ ആകുന്നു കേട്ടോ. ഒരു ന്യൂ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, ഒരു പുതിയ പാറ്റേൺ ലെവൽ വന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോക്കിക്കേ, ലംബമായി അടുക്കിയിരിക്കുന്ന പാളികളിൽ വിളകൾ വളർത്തുന്ന കൃഷിരീതി, അഥവാ ക്രോപ്സ് ആർ ഗ്രോൺ ഓൺ വെർട്ടിക്കലി സ്റ്റാക്ക്ഡ് ലേയേഴ്സ്. നമ്മൾ ലംബമായിട്ട് മക്കളെ നോക്കി ഇതാ കുത്തനെ മുകളിലോട്ട് അടുക്കിയിരിക്കുന്ന ഈ ഒരു സിസ്റ്റത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കൃഷിയെ വളർത്തുന്നു, അല്ലെങ്കിൽ നമ്മുടെ വിളകൾ വളർത്തുന്നു. ഈ കൃഷി രീതിയുടെ പേരെന്താണ്? ഇതാണ് ചോദ്യം മക്കളെ. വാട്ട് ഈഫ് ദ ഫാമിംഗ് മെത്തേഡ് മെൻഷൻ ഹിയർ? ഈ കൊടുത്തുന്ന കൃഷി രീതി ഏതാടാ? ഇത് വെർട്ടിക്കൽ ഫാമിംഗ്. സ്ഥിരം ചോദ്യമാണ് വെർട്ടിക്കൽ ഫാമിംഗ്. ഓക്കെ അല്ലേ? ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, വാട്ട് ആർ 2 അഡ്വാൻറ്റേജസ് ഓഫ് അഡോപ്റ്റിംഗ് ദിസ് ഫാമിംഗ് മെത്തേഡ്? ഈ ഒരു കൃഷി രീതി അവലംബിക്കുന്നത് കൊണ്ട്, നമ്മൾ സ്വീകരിക്കുന്നത് കൊണ്ട്, നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന 2 പ്രത്യേകതകൾ എന്തൊക്കെയാകുന്നു? മുത്തുമണികളെ, സുഹൃത്തുക്കളെ, 2 പ്രധാനപ്പെട്ട പ്രത്യേകത. ഒന്ന് എന്താണെന്നറിയോ? ഒന്ന്, വളരെ കുറഞ്ഞ സ്പേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃഷി ചെയ്യാൻ വേണ്ടി പറ്റും. സ്ഥലം വളരെ കുറച്ചു മതി. ആൻഡ് രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ കുത്തനെ ലംബമായിട്ട് കൃഷി ചെയ്യുന്നത് കൊണ്ട് എല്ലാ ഭാഗത്തോട്ടും എല്ലാ ചെടിയിലോട്ടും എന്ത് ചെയ്യും, കൃത്യമായിട്ട് സൺലൈറ്റ്, സൂര്യപ്രകാശം ലഭിക്കും. ഓക്കെ അല്ലേ? ചിലവ് കുറവാണ്, സൂര്യപ്രകാശം ലഭിക്കും. ഓക്കെ, ഡൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. ഒരു യുവ കർഷകൻ അദ്ദേഹത്തിൻ്റെ 5 ഏക്കർ കൃഷിയിൽ എന്ത് ചെയ്യുന്നു, കൃഷി ചെയ്യാണ്. അതിൻ്റെ ഒരു ഭാഗത്ത് പാഡി കൾട്ടിവേഷൻ അഥവാ നെൽകൃഷിയുണ്ട്. ആൻഡ് മറ്റൊരു ഭാഗത്ത് 50 സെൻറ്റ് സ്ഥലത്ത് കാറ്റൽ റിയറിങ്, പശുവിനെ വളർത്തുന്നുണ്ട്. അതുപോലെ നടുവിലൊരു കുളമുണ്ട്, ആ കുളത്തിൽ ഫിഷ് ഫാമിംഗ് ഉണ്ട്, മീനുകളെയും വളർത്തുന്നുണ്ട്, മത്സ്യകൃഷിയുണ്ട്. സോ 5 ഏക്കർ സ്ഥലം, അത് ഒരു ഭാഗം മുഴുവൻ നെൽകൃഷി, ഒരു ഭാഗത്തും നമ്മുടെ പശു കാലി പോലെയുള്ള കന്നുകാലി വളർത്തൽ കാറ്റിലുണ്ട്, നടുഭാഗത്ത് ഒരു വലിയ കുളം, ആ കുളത്തിൽ മീനിനെ വളർത്തുന്നുണ്ട്. ചോദ്യം മക്കൾ ശ്രദ്ധിച്ച്, ഇങ്ങനെ ഒരുപാട് കൃഷികൾ ഒരുമിച്ച് ചെയ്യുന്ന ഈ കൃഷി രീതിയുടെ പേരെന്താകുന്നു മക്കളെ? ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ആ പേര്? ഇൻ്റഗ്രേറ്റഡ് ഫാമിങ്, സംയോജിത കൃഷി. എന്താണ് ആ പേര്? സംയോജിത കൃഷി അഥവാ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഹൗ ഡസ് ദിസ് മെത്തേഡ് ഫാമിംഗ് ഹെൽപ്പ് റെഡ്യൂസ് പ്രൊഡക്ഷൻ കോസ്റ്റ്? വല്ല അത്യാദി എടാ, ഇത് എങ്ങനെയാണ് നമ്മുടെ ചെടികളുടെ, നമ്മുടെ വിളകളുടെ ഉൽപാദന ചിലവ് കുറക്കാൻ സഹായിക്കുന്നത്? മക്കളെ, എങ്ങനെ ചിലവ് കുറക്കാൻ സഹായിക്കുക? ഈ ഒരു സംയോജിത കൃഷിയിൽ ഒന്നിൻ്റെ ഭാഗം നമുക്ക് മറ്റൊന്നിന് തീറ്റയായിട്ട് കൊടുക്കാം, അതിൻ്റെ അവശിഷ്ടം മറ്റൊന്നിന് നമുക്ക് എന്ത് ചെയ്യാം, വളമായിട്ട് ഉപയോഗിക്കാം. സോ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് വളങ്ങളുടെ ഉപയോഗം ലാഭിക്കാം. സോ നമുക്കത് ലാഭമാണ്, പൈസ കുറക്കാൻ വേണ്ടി സഹായിക്കും. ഫെർട്ടിലൈസേഴ്സ്, വളം ഉപയോഗം കുറക്കാൻ പറ്റും. ആൻഡ് രണ്ടാമത്താണ് മക്കളെ, ഒരുപാട് സ്ഥലത്ത് നമ്മൾ കൃഷി ചെയ്യുന്നില്ലേ? സോ ആ നമുക്കുള്ള എല്ലാ സ്ഥലവും നമുക്ക് ഉപയോഗപ്പെടുത്താം. ആ സ്ഥലത്തിനെ മാക്സിമം ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റും. മാക്സിമം സ്ഥലം, ആ ഒരു സ്പേസ് നമുക്ക് യൂട്ടിലൈസേഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ? സോ സംയോജിത കൃഷിയിൽ നിന്നുള്ള ചോദ്യം ഓണ എക്സാമിന് എന്തായാലും പഠിക്കേണ്ട വന്നിരിക്കുന്ന ചോദ്യമാണ്, വരാൻ പോകുന്ന ചോദ്യം. ആൻഡ് A, B എന്ന് പറഞ്ഞ 2 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അതിൽ നിന്നും ഉത്തരത്തോട്ട് എത്തണം കേട്ടോ. A എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നറിയോ? ചെടികൾക്ക് വളരെ കൂടിയ അളവിൽ, ലാർജ് ക്വാണ്ടിറ്റിയിൽ ആവശ്യമുള്ള എലമെൻറ്റുകളെ വിളിക്കുന്ന പേര് മാക്രോ ന്യൂട്രിയൻ്റ് ആണ്, അഥവാ മാക്രോ ന്യൂട്രിയൻ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ചെടികൾക്ക് വളരെ കുറഞ്ഞ, വെരി സ്മോൾ ക്വാണ്ടിറ്റിയിൽ ആവശ്യമുള്ള, കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ അളവിൽ ആവശ്യമുള്ളതിനെ മൈക്രോ ന്യൂട്രിയൻ്റ് എന്ന് വിളിക്കുന്നു എന്നും കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും മിക്സ് ആയി പോയല്ലോടാ. ക്വസ്റ്റ്യൻ നോക്കിക്ക്, 2ൻ്റെയും 2 എക്സാമ്പിൾ എഴുതുക. മക്കളെ, മാക്രോ ന്യൂട്രിയൻ്റ് എക്സാമ്പിൾ എൻ്റെ മക്കൾക്ക് അറിയാം. പൊട്ടാസ്യം, ഫോസ്ഫറസ്, നൈട്രജന്, സൾഫർ,
കാൽഷ്യം അല്ലേ, മഗ്നീഷ്യം, ഇതൊക്കെ ഇതിന് എക്സാമ്പിൾ ആകുന്നു. സോ ഏതെങ്കിലും രണ്ടെണ്ണം മക്കൾ എഴുതി കൊടുക്കുക. സോ 2 3 എക്സാമ്പിൾ പഠിക്കണം എന്ന് മനസ്സിലായില്ലേ? റെഡി. ആൻഡ് മൈക്രോ ന്യൂട്ടൻ്റെ ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. സോ മക്കൾസ് എന്ത് ചെയ്യുക, ഒരു 3 എക്സാമ്പിളൊക്കെ പഠിച്ചു വെച്ചാൽ പരീക്ഷയ്ക്ക് 2 ഉഷാറായിട്ട് എന്ത് ചെയ്യാം, ഒരു ഡൗട്ട് ഇല്ലാതെ എഴുതി കൊടുക്കാൻ വേണ്ടി പറ്റും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേടാ, വാട്ട് ഈസ് ദ നെസസിറ്റി ഓഫ് അപ്ലൈങ് ഫെർട്ടിലൈസേഴ്സ് ഇൻ അഗ്രികൾച്ചർ? കൃഷിയിടങ്ങളിൽ വളം പ്രയോഗിക്കേണ്ട ആവശ്യകതയുണ്ട്. എടാ മനുഷ്യന്മാർ ഭക്ഷണം കഴിക്കുന്ന എന്തിനാന്ന് ചോദിക്കണ പോലെയാണ് ഇപ്പോൾ ഇത്. നമുക്ക് വൃത്തിയായിട്ട് വളരണമെങ്കിൽ നമ്മൾ മനുഷ്യന് ഭക്ഷണം കഴിച്ചാൽ വളരാൻ പറ്റൂ. ചെടികൾക്ക് ആവശ്യമുള്ള മൂലകങ്ങൾ, ചെടി വളരാൻ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ്, എലമെൻറ്റ്സ്, മൂലകങ്ങൾ കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഇതാണ് നമ്മൾ എന്തിലൂടെ ചെയ്യുന്നത്, വളപ്രയോഗത്തിലൂടെ, ഫെർട്ടിലൈസേഷൻ്റെ അപ്ലിക്കേഷനിലൂടെ നമ്മൾ ചെയ്യുന്നത്. സോ ചെടി വളരണമെങ്കിൽ അപ്ലിക്കേഷൻ ഓഫ് ഫെർട്ടിലൈസേഴ്സ് അഥവാ വളപ്രയോഗം നടത്തണം. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേടാ, GMO ജനറ്റികമായിട്ട് മാറ്റം വരുത്തിയ വിളകളാണ് GM വിളകൾ എന്ന് വിളിക്കുന്നത്. സോ ഇങ്ങനെ ജനിതകമായിട്ടും എങ്ങനെയാണ് നമ്മൾ മാറ്റം വരുത്തുക? ഫസ്റ്റ് നോക്കിക്കടാ, ഇത്തരം ജീവികളെ അല്ലെങ്കിൽ ഇത്തരം വിളകൾ എങ്ങനെ ഉൽപ്പാദിപ്പിക്കും? സെയിം ഉത്തരം മക്കളെ. ജീനിൽ മാറ്റം വരുത്തണോ? വളരെ സിമ്പിൾ. എന്ത് ചെയ്തിരിക്കണം? ജീനിൽ മാറ്റം വരുത്തുന്ന എഞ്ചിനീയറിംഗ് ഉണ്ട്. ജനിതക എഞ്ചിനീയറിംഗ് വഴിയാണ് നമ്മളിത് ചെയ്യാറുള്ളത്. സിമ്പിൾ. ആൻഡ് ഇങ്ങനെ ചെയ്തിട്ടുള്ള ഏതെങ്കിലും 2 വിളകൾക്ക് ഉദാഹരണം പറയുക. മക്കളെ ഒരുപാട് ഉദാഹരണം, 3 ഉദാഹരണം ടെക്സ്റ്റ് പഠിച്ചിട്ടുണ്ട്. വൈറ്റമിൻ എ ഒരുപാട് അടങ്ങിയിട്ടുള്ള നെല്ല്, റൈസ് വെറൈറ്റീസ്, കീടബാധകളെ പെസ്റ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള നമ്മുടെ കോട്ടൻ്റെ ചെടികൾ, ആൻഡ് വിളകളെ ചെറുക്കുന്ന, വിളനാശിനികളെ ചെറുക്കുന്ന, വീഡിസൈഡുകളെ റെസിസ്റ്റൻ്റ് ചെയ്യുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ സോയാബീൻ. സോ ഇതൊക്കെ ഇതിൻ്റെ എക്സാമ്പിളാണ് മക്കളെ. ഏതെങ്കിലും 2 മക്കൾ എന്ത് ചെയ്യുക, പഠിച്ച് എഴുതി കൊടുക്കുക. ഓക്കെ അല്ലേ? സോ മക്കളെ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. XY ഇതുപോലെ ഏതെങ്കിലും ഒരു കീടത്തിൻ്റെ ഫോട്ടോ നമുക്ക് തരും. ഏതൊക്കെയാടാ? ഇത് നമ്മുടെ കായ തുരക്കുന്നു കയറുന്ന കായതുരപ്പന്മാർ, പോഡ് ബോറർ. ആൻഡ് ഇല ചുരുട്ടിക്കുന്ന പുഴു, ഇല ചുരുട്ടിപ്പുഴു, ലീഫ് റോളിങ് കാറ്റർപില്ലർ. അതല്ലെങ്കിൽ നോക്കിക്കടാ, തണ്ട് തുരക്കുന്ന തണ്ട് തുരപ്പന്മാർ അഥവാ സ്റ്റെം ബോറർമാർ. സോ ഏതെങ്കിലും ഒന്നിനെ തന്നിട്ട് ഇതാരാണെന്ന് കണ്ടെത്താൻ പറയുന്നത് ഇതുപോലൊരു ക്വസ്റ്റ്യൻ ഓണം എക്സാമിന് ഷുവർ ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു പോവുക. ഓക്കെ അല്ലേ? ദെൻ അടുത്തത്, സംയോജിത കീടനിയന്ത്രണത്തിലൂടെ ഇവയുടെ പെരുകലിനെ, മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ കൺട്രോൾ ചെയ്യാം? മകളെ നമുക്കറിയാം, സംയോജിത കീടനിയന്ത്രണം എന്ന് പറഞ്ഞാൽ എല്ലാ ജീവികളെയും ഒരുമിച്ചെന്ന് കൊന്നു കളയുന്നതിന് പകരം അവരുടെ എണ്ണം നമ്മൾ എന്ത് ചെയ്യുന്നു, പരിമിതപ്പെടുത്തുന്നു. അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന മാർഗങ്ങളാണ് ഒന്നെന്തേടാ, നമുക്ക് വലകളോ കെണികളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ മിത്ര കീടങ്ങൾ, ഫ്രണ്ട്ലി പെസ്റ്റിന് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഓൾറെഡി കീടങ്ങൾക്കെതിരെ പ്രതിരോധ ശക്തിയുള്ള ചെടികൾ ഉണ്ടാകും, വിത്തുകൾ ഉണ്ടായിരിക്കും. സോ അവയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അല്ലേ, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് നെസ്റ്റുകൾ, ട്രാപ്പുകൾ ആൻഡ് ഫ്രണ്ട്ലി പെസ്റ്റുകൾ, റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള സീഡുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആ ഒരു കീടങ്ങളുടെ വളർച്ചയെ ചെറുക്കാൻ, കുറക്കാൻ, തടയാൻ വേണ്ടി പറ്റും. എല്ലാവരെയും കൊന്നു കളയുന്നതിന് പകരം അവരുടെ എണ്ണം കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. ഓക്കെ അല്ലേടാ? സോ ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. സോ മക്കൾസ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതുപോലെയുള്ള എക്സാമിന് എന്തായാലും വരുന്ന ചില പ്രിഡിക്ഷൻ ക്വസ്റ്റ്യൻസ് എൻ്റെ മുത്തുമണികൾക്ക് എഡ്യൂപോർട്ടിൻ്റെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്താൽ കിട്ടും. അതുപോലെ എക്സാമൊക്കെയാണ് വരുന്നതിൽ. സോ എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യാം, 1 ഷോട്ട് ക്വസ്റ്റ്യൻസ് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. ഓൾറെഡി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത് വെക്കുന്ന വീഡിയോ ലഭിക്കും. സോ ഇതൊക്കെ കിട്ടാൻ വേണ്ടി മക്കൾ എന്ത് ചെയ്യണം, ജസ്റ്റ് എഡ്യൂപോർട്ടിൻ്റെ സൂപ്പർ വെച്ച് ജോയിൻ ചെയ്താൽ മതി. നേരെ സ്ക്രോൾ പോകുന്നതാണെങ്കിൽ ജസ്റ്റ് ചെറിയ പ്രൈസിലാണ്, ചോക്ലേറ്റ് അമൗണ്ടിലാണ് അല്ലേ. ഓണത്തിന് നമ്മൾ 2 കുപ്പായം, 4 ട്രൗസർ വാങ്ങുന്ന പൈസക്ക് എന്ത് ചെയ്യാം, എഡ്യൂപോർട്ടിൻ്റെ ജോയിൻ ചെയ്ത് ഒരു വർഷം മുഴുവൻ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ അല്ലേ മക്കളെ? ജസ്റ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പോയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ മറ്റേ സാധനം എന്താ പേര്, പിന്നെ ചെയ്തിട്ട് ലിങ്ക് ഉണ്ടായിരിക്കും. അതിൽ പോയിട്ട് നിങ്ങളുടെ പേര്, ഫോൺ നമ്പർ, ക്ലാസ് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് എഡ്യൂപോർട്ടിന് ഓഫീസ് ഞാനോ അഷൽ സാറോ ജാനീഷ് സാറോ അല്ലെങ്കിൽ സാദിഖ് സാർ, അനീന മിസ് ആരെങ്കിലും വിളിക്കും. കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും ജോയിൻ ചെയ്യാൻ തോന്നുകയാണെങ്കിലോ അല്ലേ. സോ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 500 കുട്ടികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മീൻസ് ആ 500 കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ, ഈ ഓഫർ പ്രൈസിൽ തന്നെ പിന്നെ എന്നാണെങ്കിലും ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇപ്പോൾ ഓഫർ പ്രൈസാണ്, ഓണ സമയം ആയതുകൊണ്ടാണ് ഇപ്പം തന്നെ ജോയിൻ ചെയ്ത് വെക്കുക. ആ ഒരു ലിങ്കിൽ ഫില്ല് ചെയ്ത് വെക്കുക. എന്തെങ്കിലും ജോയിൻ ചെയ്യുകയാണെങ്കിലോ ഇല്ലെങ്കിൽ പ്രശ്നമില്ല, അത് പോട്ടെ. ജസ്റ്റ് 2 മിനിറ്റിൻ്റെ കേസേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, പേര്, ഫോൺ നമ്പർ, ക്ലാസ്, 2 മിനിറ്റും ഇല്ല, ഒരു 50 സെക്കൻഡ്. സോ ചെയ്യുക, ഉഷാറായിട്ട് പഠിക്കുക. ആർക്കെങ്കിലും ഒരു മക്കൾ ഡൗട്ട് ഉണ്ടെങ്കിൽ സാറിൻ്റെ ഇൻസ്റ്റാഗ്രാം ID കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് സാറിന് മെസ്സേജ് അയച്ചിട്ട് എന്ത് ചെയ്യണം, എന്താണ് ഡൗട്ട് എന്ന് ചോദിച്ചാൽ സാറ് പറഞ്ഞു തരും കേട്ടോ. സോ താങ്ക് യു, സീ നെക്സ്റ്റ് ക്ലാസ്, ബൈ ബൈ. മറക്കണ്ട, എന്ത് വീഡിയോ ഇനി വേണ്ടത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ബൈ.